ആപ്പിൽ എഡിക്റ്റ് ചെയ്യുന്നത് ഞാൻ ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ സ്ഥലം ചെന്നൈനെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി. ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാപ്പിളാട്ടോ. ചെറിയ കുട്ടിയാപ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ബ്യൂട്ടിഫുൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും ഭംഗിയായിട്ടൊന്നും കളിക്കില്ല. സാധാരണ പോലെ കളിക്കും. അത്ര അല്ലാണ്ട് വലിയ ഡാൻസറൊന്നും അല്ല. ഓരോ കലോത്സവത്തിനാണെങ്കിലും മറ്റേ നമ്മൾ അല്ലാണ്ടുള്ള സ്റ്റേജ് പരിപാടി അല്ലാണ്ടുള്ള കോമൺ പരിപാടി ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ സ്റ്റോറി റൈറ്റിങ്ങിന്, എസ്സേ റൈറ്റിങ്ങിന്, പിന്നെ അതുപോലെ തന്നെ സോ വെൽക്കം ബാക്ക് ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ പേരെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഗൈസ്. ദാറ്റ് ഈസ് ദ Q&A പാർട്ട് 3. അപ്പോൾ നമ്മൾ പാർട്ട് 3 ആണ് ഇടാൻ പാർട്ട് 1 പാർട്ട് 2 കാണാത്തുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കാണാം. സോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തു പാർട്ട് 3 വേഗം ഇടണം. സോ ഐ ആം ബാക്ക് വിത്ത് പാർട്ട് 3. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് പറയാം. സോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പാർട്ട് 4 ഇടാം. എന്തായാലും നിങ്ങൾ വിഷമിക്കണം. കമൻറ്റ് ചെയ്താൽ മതി. അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം കേട്ടോ എന്തായാലും. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്താം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നെക്സ്റ്റ് എന്താ വീഡിയോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ? ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എനിക്ക് ചേച്ചിയെ ഇഷ്ടമാണ്. താങ്ക് യു. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, BA ഇംഗ്ലീഷ്, സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂരിലാണ് പഠിക്കുന്നത്. സോ അതാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, സെക്കൻഡ് ഇയർ. അപ്പോൾ ഇഷ്ടമാണ് പറയുന്നത്. താങ്ക് യു. പിന്നെ എൻ്റെ വീട് അടാട്ട് തൃശ്ശൂരാണ്. സോ ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും കുറേ പേര് വീടും ചേച്ചി പറഞ്ഞു എന്നുള്ളൂ. അടാട്ട് തൃശ്ശൂരാണ്. പിന്നെ ചേച്ചി തൃശ്ശൂർ സെൻറ്റ് മേരീസിലാണോ പഠിക്കുന്നത്? യെസ്, ഞാൻ സെൻറ്റ് തോമസിലാണ്. ഐ എം എ ബിഗ് ഫാൻ. സെൻറ്റ് തോമസിൽ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ്. സെൻറ്റ് മേരീസിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ സെൻറ്റ് മേരീസിലാണ്. അപ്പോൾ ഹാപ്പി, സന്തോഷമുണ്ട്, അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം കാണാം കേട്ടോ. ബിഗ് ഫാൻ. താങ്ക് യു. പിന്നെ ഓക്കെ, ഇൻസ്റ്റാഗ്രാം ലൈവ് അപ്ലൈ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലൈവ് എന്തായാലും അടുത്ത് ചെയ്യുന്നതാണ്. കുറച്ച് ദിവസമായില്ല ചെയ്തിട്ട്. ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവ് എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതാണ്. ഒരു ഫ്രീ സമയം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ ഇടുന്നതാണ്. സോ എന്തായാലും സ്റ്റേ ട്യൂൺഡ്, വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇടും കേട്ടോ. ഏത് ആപ്പിൽ എഡിറ്റ് ചെയ്യുന്നത്? ഞാൻ കോമൺ ആയിട്ട് ഇൻഷോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻഷോട്ട് അടിപൊളി ആപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടക്കും. സോ ഇൻഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷോട്ടാണ് മെയിനായിട്ട് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വീഡിയോ ഗുരു ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇൻഷോട്ടാണ് പക്ഷേ മെയിനായിട്ട് എൻ്റെ ആപ്പ് കേട്ടോ. പിന്നെ ഞാൻ CapCut ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ MB ആയതുകൊണ്ട് പിന്നെ മാറ്റിയതാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് CapCut, നല്ലതാണ്. എൻ്റെ ഫോണിന് കുറച്ച് മുമ്പത്തെ ഫോണായതുകൊണ്ട് സ്റ്റോറേജ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ CapCut മാറ്റിയത് കേട്ടോ. പക്ഷേ CapCut അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇൻഷോട്ടാണ് ഞാൻ ഇപ്പോൾ കോമൺലി ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല എഡിറ്റിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഡു യു ഹാവ് ബീൻ ഇൻ റിലേഷൻഷിപ്പ്? അത് കുറേ പേര് ചോദിക്കും. ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല ഗൈസ്. ഞാൻ നല്ലൊരു പാവം കുട്ടിയാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എനിക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഇതാണ് സത്യം, വേറെ ഒന്നുമില്ല. കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ബോയ് ഫ്രണ്ട്സ് ആണെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഫ്രണ്ട്സ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, നൗസിൻ രണ്ടുപേരും ഹായ് പറയാൻ വേണ്ടായിരുന്നു. അപ്പോൾ നൗസിൻ ഹലോ, പിന്നെ അനുഗ്രഹ ഹലോ കേട്ടോ. കുറേ നാളായി പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഹായ് പറഞ്ഞത് കേട്ടോ. ഡു യു നോ ക്ലാസിക്കൽ ഡാൻസ്? കുറേ പേരെ ചോദിക്കുന്നു. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അറിയില്ല കേട്ടോ. ഞാൻ ഡാൻസ് കളിക്കും, പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ഇതുവരെ കളിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഡാൻസ് കളിക്കും, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയില്ല. എപ്പോഴാണ് ക്ലാസിക്കൽ ഡാൻസ് എനിക്കൊന്നും അറിയില്ല. ക്ലാസിക്കൽ ഡാൻസ് പറയില്ല, സാധാ ഡാൻസ് പറയില്ല. പക്ഷേ സാധാ ഡാൻസ് കളിക്കാൻ ഇഷ്ടം. സിനിമാറ്റിക് ഡാൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും ഭംഗിയായിട്ടൊന്നും കളിക്കില്ല. സാധാരണ പോലെ കളിക്കും. അത്ര അല്ലാണ്ട് വലിയ ഡാൻസറൊന്നും അല്ല. എനിക്കിഷ്ടമാണ് ഡാൻസ്, സാധാ ഡാൻസ് കളിക്കാൻ. ക്ലാസിക്കലാണെങ്കിലും ഇഷ്ടമാണ്, പക്ഷേ ക്ലാസ്സിൽ എനിക്ക് അറിയില്ല. ഒട്ടും ഞാൻ പഠിച്ചിട്ടില്ല. സാധാ ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കളിക്കും. പക്ഷേ വലിയ രീതിയിൽ കളിക്കുന്നില്ല, ചെറിയ രീതിയിൽ കളിക്കും, അത്രേ ഉള്ളൂ. അതാണ് കേട്ടോ. പിന്നെ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്? അത് നല്ല ക്വസ്റ്റ്യനാണ്. എനിക്ക് കുറേ സ്ഥലം ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ചെന്നൈനെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി. ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാപ്പിളാണ് കേട്ടോ. ചെറിയ കുട്ടിയാപ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അതിൽ കുറേ കാണാനുണ്ട് ചെന്നൈ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈ. അടിപൊളിയാണ്. ഇനിയും കാണാൻ പോകണം കേട്ടോ. ചെന്നൈ അടിപൊളിയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. പിന്നെ ഇനി അടുത്ത വേറെ പ്ലേസ് ട്രിവാൻഡ്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയതാണ് ട്രിവാൻഡ്രത്ത്. എനിക്ക് അടിപൊളിയാണ്, ഇഷ്ടമാണ് കേട്ടോ ട്രിവാൻഡ്രം. അപ്പോൾ കണ്ട സ്ഥലത്തിൽ എൻ്റെ ഫേവറേറ്റ് ചെന്നൈയാണ്. പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ട്രിവാൻഡ്രമാണ് കേട്ടോ വിസിറ്റ് ചെയ്ത പ്ലേസസിൽ. പിന്നെ ഇനി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്ഥലം എനിക്ക് പാരീസ് ആണ് ഗൈസ്. എനിക്ക് പാരീസ് ഭയങ്കരധികം പാരീസ് എന്നുള്ള. പിന്നെ തായ്ലാൻഡ്, പാരീസ്, ആ ഒരു സ്ഥലമൊക്കെ പോകണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നുമല്ലോ. ഒബ്വിയസ് എങ്ങനെയാണല്ലോ, നമുക്ക് അത് കാണുമ്പോൾ പോകാൻ തോന്നും. അങ്ങനെ എനിക്ക് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. പാരീസ് ആണെങ്കിലും സ്വിറ്റ്സർലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ, തായ്ലാൻഡൊക്കെ പോകാൻ തോന്നുന്നുണ്ട്.
സോ എന്തായാലും അങ്ങനെ എന്തെങ്കിലും അവസരം വന്നാൽ എന്തായാലും പോവും, കാണും ഫാമിലിയോടൊപ്പം കേട്ടോ. എനിക്ക് ഫാമിലിയോടൊപ്പം പോകാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെയാണ്. സോ അതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പ്ലേസസ് ടു വിസിറ്റ്. ആൻഡ് ഫേവറേറ്റ് പ്ലേസ് ഞാൻ വിസിറ്റ് ചെയ്തതിൽ വെച്ചാൽ ഫേവറേറ്റ് പ്ലേസസ് അതാണ്. അടുത്ത വാട്സപ്പ് ഹിഡൻ ടാലൻറ്റ്. കുറേ പേര് ചോദിച്ചു ഇപ്പോൾ ഹിഡൻ ടാലൻറ്റ് അതാണ്. സോ എനിക്ക് ഹിഡൻ ടാലൻറ്റ് വെച്ചാൽ കുറേ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പറയാത്ത ടാലൻ്റ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് എൻ്റെ പറയാത്ത ടാലൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ സ്റ്റോറി എഴുതും. അത് ആർക്കും അല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നല്ലപോലെ സ്റ്റോറി എഴുതും. ഇപ്പോൾ ഞാൻ മറ്റേ സ്റ്റോറി ടെല്ലിങ് മത്സരങ്ങളിൽ മറ്റേ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടാവാറില്ലേ നമുക്ക് ഓരോ കലോത്സവത്തിനാണെങ്കിലും മറ്റേ നമ്മൾ അല്ലാണ്ടുള്ള സ്റ്റേജ് പരിപാടി അല്ലാണ്ടുള്ള കോമൺ പരിപാടി ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ സ്റ്റോറി റൈറ്റിങ്ങിന്, എസ്സേ റൈറ്റിങ്ങിന്, പിന്നെ അതുപോലെ തന്നെ ഓരോ കലോത്സവത്തിനാണെങ്കിലും മറ്റേ നമ്മൾ അല്ലാണ്ടുള്ള സ്റ്റേജ് പരിപാടി അല്ലാണ്ടുള്ള കോമൺ പരിപാടി ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ സ്റ്റോറി റൈറ്റിങ്ങിന്, എസ്സേ റൈറ്റിങ്ങിന്, പിന്നെ അതുപോലെ തന്നെ കവിത, ഈ മൂന്നെണ്ണം എൻ്റെ മെയിനാണ്. അതുണ്ടെങ്കിൽ ഞാനതിൽ പങ്കെടുക്കും. ഏത് ലാംഗ്വേജ്, ഞാൻ 3 ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 3 ലാംഗ്വേജിൽ എഴുതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് ഹിഡൻ ടാലൻ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും. സ്റ്റോറി ടെല്ലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം കാണുന്ന ആൾക്കാർക്കും അത്ര അറിയുണ്ടാവില്ല ഞാൻ സ്റ്റോറി എഴുതുന്ന കാര്യം. അല്ലാത്തവർക്ക് ഫ്രണ്ട്സിനൊക്കെ അറിയണ്ടാവും. സോ സ്റ്റോറി റൈറ്റിംഗ് ഞാൻ എൻ്റെ ഒരു വലിയൊരു ഹിഡൻ ടാലൻ്റാണ്. സ്റ്റോറിയും അതും മറ്റേതും എസ് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ എഴുതുന്നതാണല്ലോ. മറ്റേ പരിപാടിക്കല്ല എക്സാമിനൊക്കെ എഴുതുന്നതാണല്ലോ, അത് കോമൺ. പക്ഷേ സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് കവിത അത് കോമൺ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കവിതയ്ക്ക് എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, സ്റ്റോറിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് കവിതയ്ക്ക് എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഹിന്ദിക്ക് ഞാൻ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് എഴുതും ഗൈസ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഹിഡൻ ടാലൻ്റ് തന്നെയാണ്. പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമൺ ആയിട്ട് എനിക്ക് ക്രിയേറ്റീവ്, എനിക്ക് ഇങ്ങനെ ക്രാഫ്റ്റ്സ് ചെയ്യാൻ ഇഷ്ടമാണ്, പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അത് കുറേ ഉണ്ട് എൻ്റെ ഹിഡൻ ടാലൻറ്റ്. ഇങ്ങനെ വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്. സോ ഇത് കുറേ ടാലൻസ് ഇങ്ങനെ ഉണ്ട് പറഞ്ഞത്. പിന്നെ അറിയാലോ, ഇതൊക്കെ മറ്റൊക്കെ അറിയാവുന്ന ടാലൻസാണ്. പക്ഷേ സ്റ്റോറി റൈറ്റിങ്ങിന് അധികം അറിയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹിഡൻ ടാലൻറ്റ് കേട്ടോ. പിന്നെ വേറെ കുറേ ടാലൻസ് ഒക്കെ ഉണ്ട്. എന്നാലും മെയിനായിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റോറി റൈറ്റിംഗ് തന്നെയാണ്. ചേച്ചി, ഹൂ ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ ചാനൽ? ഐ എം ഓൾസോ പ്ലാൻ ടു ഡു വീഡിയോസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് സോ എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മറ്റേ KCN റേച്ചൽ മണ്ടലാൻ, നിങ്ങൾക്കറിയാലോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്പയർ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടമായി. മെയിനായിട്ട് വണ്ടർലാൻഡിൽ ഇടാനുള്ള കാരണം KCN റേച്ചൽ ആ ഒരു ചാനൽ കണ്ടിട്ടാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. നല്ല രസമാണ് അവർ ചാനൽസ്. കുറേ മുമ്പ് തൊട്ട് കാണാൻ തുടങ്ങി. നല്ല രസമാണ് അവരുടെ വീഡിയോസൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടർലാൻഡ് എന്നുള്ള പേരിട്ടത് ഗൈസ് എൻ്റെ ചാനലിന്. പിന്നെ ഇൻസ്പയർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറേ അധികം യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നു, എനിക്കും തുടങ്ങണം എന്നുള്ളത്. സോ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോസ് ഇടാൻ തോന്നുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി പ്ലാൻ ചെയ്യണം, ഇടണം, നല്ലപോലെ അത് കൊണ്ടുപോകണം. കാരണം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ടും, പക്ഷെ പിന്നെ അത് തന്നെ കൂടി വരും. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് എന്തായാലും നമുക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകും. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഒരിക്കലും കോൺഫിഡൻസ് കളയരുത്. അതെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വേറെ ഒന്നും നോക്കരുത്, ഒരു കമൻസ് നോക്കരുത്. ജസ്റ്റ് മൂവ് ഓൺ, നല്ലപോലെ മൂവ് ഓൺ ചെയ്യുക. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്താൽ എന്തായാലും നമുക്ക് സക്സസ് ഉണ്ടാകും. നമ്മുടെ ലൈഫിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് സക്സസ് ഉണ്ടാകും നല്ലപോലെ ഒന്ന് മൂവ് ഓൺ ചെയ്താൽ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. കുറേ പേരുണ്ട് കേട്ടോ, അങ്ങനെ ഒരാൾ മാത്രമല്ല, കുറേ പേരുണ്ട് കേട്ടോ എനിക്ക് ഇൻസ്പിറേഷൻ ചാനൽ തുടങ്ങാറുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. എപ്പോഴും സപ്പോർട്ട് എൻ്റെ പാരൻസ് ആൻഡ് ഫാമിലി എവരി. ഓക്കെ, കീർത്തനാസ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ജോബ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജേർണലിസ്റ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അങ്ങനെയാണ്. എനിക്ക് എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് ടീച്ചറാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം, കുഞ്ഞു കുട്ടികളെ. കോമൺ ആയിട്ട് അറിയാലോ, കുഞ്ഞു കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെയായിട്ട് പെട്ടെന്ന് കുട്ടികൾ എങ്ങനെ ഫ്രണ്ട്സാവും, പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങും, ഭയങ്കര പെട്ടെന്ന് മിങ്കിളാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞു കുട്ടികളെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മെയിനായിട്ട് ടീച്ചറുള്ള ആഗ്രഹം. കുഞ്ഞു കുട്ടികളെ ടീച്ചറാകുമ്പോൾ അവർ പഠിപ്പിക്കാം, അവരോട് സംസാരിക്കാം, കളിക്കാം. നല്ല രസമല്ലേ? അവർ എന്നും കളിയും ചിരിയും കാണാനും കേൾക്കാനൊക്കെ പറ്റും. നല്ല രസമാണ്. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ടീച്ചർ എന്നുള്ളൊരു മോഹം വന്നത്. പിന്നെ അത് മാറിയിട്ട് ബ്യൂട്ടീഷ്യനായി. അത് കുട്ടികളിലല്ല, അതെനിക്കിങ്ങനെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഈ മേക്കപ്പ് നല്ല ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കാണാൻ. ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ പ്രൊഡക്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ വരാൻ, എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി വരാൻ, അല്ലെങ്കിൽ ആദ്യം തന്നെ മേക്കപ്പ് കൊടുക്കാൻ വേണ്ടി വരാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും റെഡിയായി നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ ബ്യൂട്ടീഷ്യൻ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ അമ്മനൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടിയായപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ സമയത്ത് അമ്മനൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ മേക്കപ്പ് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മേക്കപ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അത് ചുമ്മാ രസം ആ സമയത്ത്. അങ്ങനെ അതിനുശേഷം ബ്യൂട്ടീഷ്യൻ മാറിയിട്ടോ. പിന്നെ എനിക്ക് ഡോക്ടറാവാൻ ആഗ്രഹമായിരുന്നു. കാരണം മറ്റേ പീഡിയാട്രീഷ്യൻ ആവുമല്ലോ കുഞ്ഞു കുട്ടികളുടെ. അപ്പോൾ കുട്ടികളെ നോക്കുകയും ചെയ്യാം. കാരണം ഒരാളെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഒബ്വിയസ്ലി വലിയൊരു ഡ്യൂട്ടി തന്നെയാണ്.
അപ്പോൾ ആ കുഞ്ഞു കുട്ടികളെ നോക്കുകയും ചെയ്യാം, അവർ ചികിത്സിക്കുകയും ചെയ്യാം, അവരായിട്ട് കളിക്കുകയും ചെയ്യാം. അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു നമുക്ക് പീഡിയാട്രീഷ്യൻ ആയിക്കൂടിയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ എന്നുള്ള മൈൻഡ് വന്നത്. പിന്നെ അതിന് ശേഷം അത് മാറിയിട്ടോ. കുറേ നാൾ ഡോക്ടർ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സയൻസൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് ആർട്സിനോടാണ് കൂടുതൽ താല്പര്യം. സോ അതുകൊണ്ട് അതും മാറി. അങ്ങനെയാണ് പിന്നെ ഞാൻ ജേർണലിസ്റ്റ്, ആക്ടിങ്, മോഡലിംഗ്, ആ ഒരു കാര്യം ആക്ടിങ്, മോഡലിംഗ്, ജേർണലിസ്റ്റ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീഡിയ ആയിട്ടുള്ള എന്തും എനിക്കിഷ്ടമാണ്. സോ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മൈൻഡ് ഇപ്പോൾ ജേർണലിസ്റ്റ്, അതുപോലെ ആക്ടിങ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് നല്ലപോലെ വളർത്തണം, നല്ലൊരു യൂട്യൂബർ ആകണം, നല്ലൊരു ഇൻഫ്ലുവൻസർ ആകണം, ഇനിയും ഗ്രോ ചെയ്യണം, അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പിന്നെ അതുപോലെ ജേർണലിസ്റ്റ്, ആക്ടിങ്, മോഡലിംഗ് ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ നല്ലപോലെ ഗ്രോ ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോൾ ആഗ്രഹം. സോ ജേർണലിസ്റ്റാണ് എനിക്കിപ്പോൾ ജോബായിട്ട് നോക്കുന്നത്. പിന്നെ ആക്ടിങ്, മോഡലിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബറായിട്ടും ഇൻഫ്ലുവൻസറായിട്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് അതും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയും. ഓക്കെ, സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്തും. പിന്നെ വാട്ട്സ് യുവർ ഹെയർ കെയർ, അത് കുറേ പേര് ചോദിക്കണം എൻ്റെ ഹെയർ റൂട്ടീൻ എന്താണോ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഗൈസ്. സാധാ എൻ്റെ സിൽക്കി ഹെയർ ആയിട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര സിൽക്കി ആയിട്ടുള്ള ഹെയർസാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാൻ സാധാരണ പോലെ എല്ലാവരും ചെയ്യണ പോലെ ഞാൻ ഷാമ്പൂ അങ്ങനെ ഇടയ്ക്ക് വല്ല പരിപാടികൾ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഷാമ്പൂ ചെയ്യും. ഡെയിലി ചെയ്യാൻ പാടില്ല ഷാമ്പൂ, അത് നമ്മൾ മുടി നല്ലതല്ല കേട്ടോ ഡെയിലി ഷാമ്പൂ. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഷാമ്പൂ ചെയ്യാം. പിന്നെ ഞാൻ 2 ദിവസം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ എണ്ണ തേക്കണം. കാരണം എണ്ണയൊക്കെ നമ്മുടെ ഹെയർ നല്ലൊരു കാര്യം തന്നെയാണ് എണ്ണ തേക്കേണ്ടത്. അപ്പോൾ ഞാൻ ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് മെയിൻ നല്ല ദിവസമാണ് ട്യൂസ്ഡേ ഫ്രൈഡേയും എണ്ണ തേക്കേണ്ടത്. സോ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്നാലും ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് ഞാൻ മെയിനായിട്ട് ചെയ്യാറ്, എണ്ണ തേക്കാറ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എണ്ണ എന്തെങ്കിലും ട്യൂസ്ഡേ ഫ്രൈഡേയും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എന്തെങ്കിലും ചെയ്ത് നോക്കാം, എണ്ണ തേച്ച് നോക്കാം, നല്ലതാണ് നമുക്ക്. പിന്നെ നല്ലപോലെ ഹെയർ കെയർ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തുമ്പൊക്കെ വെട്ടണം നല്ലതാണ് കേട്ടോ. പിന്നെ നല്ലപോലെ മുടി കെട്ടി വയ്ക്കുക, നല്ല വൃത്തിയായിട്ട് വയ്ക്കുക. അതൊക്കെ ചെയ്താൽ നമ്മുടെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആവും. ഞാനതൊക്കെ ചെയ്യാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാറുണ്ട്. ഷാമ്പൂ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇതുപോലെ എണ്ണ തേക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് മുടിയൊക്കെ കെട്ടി വയ്ക്കും. അങ്ങനെ ചെയ്താൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. സോ ഇതന്നെയാണ് എൻ്റെ റൂട്ടീൻ കേട്ടോ, ഹെയർ കെയർ റൂട്ടീൻ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ചോദിച്ചു എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന്. വെജല്ല എന്താണ് മറ്റേ കോമൺ വീട്ടിലത്തെ ഫുഡിലും പുറത്തെ ഫുഡിലും എന്തൊക്കെയാണ് ഫേവറേറ്റ് എന്ന്. വീട്ടിലത്തെ ഫുഡിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് പൂരിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. ഞാൻ വെറുതെ ഇട്ടിരുന്ന് കഴിക്കും, കറിയില്ലെങ്കിൽ പോലും കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടം പൂരി. നല്ല ടേസ്റ്റല്ലേ, അടിപൊളിയാണ് ടേസ്റ്റാണ് പൂരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റാണ് അമ്മ ഉണ്ടാക്കിയ പൂരി, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തി ഇഷ്ടമാണ്. സെക്കൻഡ് ഫേവറേറ്റ് ചപ്പാത്തിയാണ്. ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കും, അത്ര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി. യെസ്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഇഷ്ടമാണ്. സ്ട്രീറ്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് അടുത്ത് പിസ്സ, ഞാൻ ബർഗർ കഴിച്ചിട്ടില്ല കേട്ടോ. പിസ്സ കഴിച്ചിട്ട് എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി സംഭവമാണ് പിസ്സ എന്ന് പറയുന്നത്. ഞാൻ പോയപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന സംഭവമാണ് പിസ്സ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ എന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ട് എനിക്ക് ഭട്ടൂര ഭയങ്കര ഇഷ്ടമാണ്. അതും പൂരിയുടെ പൂരി ടൈപ്പാണല്ലോ. വീണ്ടും ഭട്ടൂര എനിക്ക് നല്ല ഇഷ്ടമാണ്. പൂരിയാണെങ്കിലും ഭട്ടൂരാണെങ്കിലും ഇഷ്ടമാണ്. സോ ഭട്ടൂര വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പൂരി വീട്ടിൽ, ഭട്ടൂര പുറത്ത്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ഫുഡ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടിയുണ്ട്, എനിക്ക് എല്ലാം ഇഷ്ടമാണ് സംഭവം. വീട്ടിലാണെങ്കിലും എനിക്ക് അമ്മ ഉണ്ടാക്കി എന്തോ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടി ഇഷ്ടം ഇതാണ്. അതുപോലെ സ്ട്രീറ്റിലാണെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതാണ്, പക്ഷേ എനിക്ക് എല്ലാം ഫുഡ് ഇഷ്ടമാണ്, അതാണ് സത്യം. അങ്ങനെയാണ്. സോ എനിക്ക് പൂരി വീട്ടിലും പുറത്തു പോകുമ്പോൾ ഭട്ടൂര, പിസ്സ അതൊക്കെയാണ് ഇഷ്ടം. സോ പിന്നെ എനിക്ക് മറ്റേ സ്നാക്സ് ആയിട്ട് ഇഷ്ടം, അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. സ്നാക്സ് ആയിട്ട് ഇഷ്ടം എനിക്ക് മറ്റേ ഏറ്റവും ഇഷ്ടം ബജിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പപ്സുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സും ബജിയൊക്കെ. മറ്റേ മസാല മുട്ട ബജി അല്ല, സോറി, മസാല ബോണ്ട്. ബജിയും ഇഷ്ടമാണ്, മസാല ബോണ്ടും ഇഷ്ടമാണ്, പപ്സും ഇഷ്ടമാണ്. ഇത് മൂന്നാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സൂപ്പർ സംഭവങ്ങളാണ്. പിന്നെ ഉള്ളിവടയും ഇപ്പോൾ കുറച്ച് എല്ലാം ആവൂലേ, ഉള്ളിവട ഇഷ്ടമാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് സ്നാക്സ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഞാൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത്. കാരണം ഞാൻ കൂടുതലും അങ്ങനത്തെ ഐറ്റംസാണ് കഴിക്കാറ്. ഞാൻ വെജിറ്റേറിയൻ ഗൈസ്. എൻ്റെ അച്ഛൻ ബ്രാഹ്മണാണ്, അമ്മ നായരാണ്. സോ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ മുട്ട മാത്രം അലൗഡാണ്, വേറെ ഒന്നും കഴിക്കാറില്ല. ഞാൻ കഴിച്ച് നോക്കിയിട്ടേ ഇല്ല, അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയനാണ്. മുട്ട മാത്രം കഴിക്കും. മുട്ട നല്ലതാണല്ലോ നമുക്ക് ശരീരത്തിന്. അപ്പോൾ മുട്ട മാത്രം അലൗഡുള്ളൂ വീട്ടിൽ വെക്കാനും കഴിക്കാനും. സോ ഞാൻ മുട്ട കഴിക്കും, പിന്നെ ബാക്കിയൊക്കെ വെജിറ്റബിൾസാണ് കഴിക്കുള്ളൂ. സോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് നെക്സ്റ്റ് ഇടാം, കാരണം കുറേ ആകുമ്പോൾ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ.
അപ്പോൾ യെസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്നായിരുന്നു. എന്തായാലും അടുത്ത പാർട്ടിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പിന്നെ ഹായ് വീഡിയോസ് ഞാൻ ഇടുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നായിരുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.